ഈ കുട്ടിയെ അറിയോ? ഹായ്. ഞങ്ങളിപ്പോ പാചകമൊക്കെ തുടങ്ങി. ഇത് ഞങ്ങളുടെ ആഹാരമാണ്, ഞങ്ങൾ തരുവേലേ കേട്ടോ. ഹാപ്പി ആയോ? ഇഷ്ടാണോ കൊച്ചിന്? എന്നാ ചേച്ചി കൊടുക്കൂലേ കൊച്ചു? വേണ്ട, കൊച്ചു കഴിച്ചോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. അപ്പൊ പിന്നെ ഞങ്ങൾ കഴിക്കണ്ടേ അല്ലേ? വീട്ടിലാരാ പാചകം? സൗഭാഗ്യാന്നോ അർജുനാന്നോ? എന്താ അഭിമാനത്തോടെ മോനെ നീയാണ്. ഞാൻ വെക്കും ചേച്ചി. എനിക്ക് ഒരു 8 മണിക്കൂർ സമയം തരണം. 8 മണിക്കൂർ എന്നാലേ എനിക്ക് ഉണ്ടാക്കി തീർക്കാൻ ഇത്രയും കാര്യങ്ങൾ നോക്കി വരുമ്പോഴത്തേനും അങ്ങനെയല്ല. കുക്കിംഗ് ഭയങ്കര സ്ലോ ആണ് ചേച്ചി. അതിലൊക്കെ ഭയങ്കര സ്പീഡാണ്. ഒരു കാളയൊക്കെ എൻ്റെ അടുത്ത് കുളിപ്പിക്കാൻ പറഞ്ഞാൽ വിത്തിൻ 15 മിനിറ്റ്സ് ഞാൻ കുളിപ്പിച്ച് റെഡി ആക്കി കഴിഞ്ഞു. പക്ഷെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും, അളവ് നോക്കി കട്ട് ചെയ്ത്. അപ്പത്തേക്ക് അർജുൻ ഇങ്ങനെ എങ്ങോട്ട് ഞാൻ ഉള്ളി എടുക്കുമ്പോഴേ പറയും ഇങ്ങോട്ടാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സൗന്ദര്യം നോക്കിയൊക്കെ മുറിച്ച് വരുന്ന നേരം കൊണ്ട് നമ്മൾ കറി ഭയങ്കര സ്പീഡില് കുക്ക് ചെയ്യും അർജുൻ ചേട്ടാ. നല്ല ടേസ്റ്റ് ആയിട്ടും വെക്കും. ഞാൻ സ്ലോയില് കുക്ക് ചെയ്യും, പക്ഷെ ടേസ്റ്റ് ആയിട്ടും ഇരിക്കും അല്ലേ. സൗഭാഗ്യയുടെ ഒരു പ്ലസ് എന്താണ് അർജുന് ഇഷ്ടം? എനിക്ക് സൗഭാഗ്യം കറക്റ്റ് ആണ്. എനിക്ക് എല്ലാ സൗഭാഗ്യ പ്ലസ് ആണ്. അതായത് ഞാൻ ഇപ്പം എന്തുണ്ടാക്കി കൊടുത്താലും സൗഭാഗ്യം ഇത് വേൾഡിൽ ഏറ്റവും നല്ലതാണെന്ന് പറയും. സത്യമായിട്ട് എന്റെ അമ്മയും പപ്പയൊക്കെ ആണെങ്കിൽ പറയും ഇതെന്താ നമ്മൾ വെക്കണല്ലോ. അവർക്ക് അവരുടേതായ കുറെ ഇത് സോസ് ചേർത്തുകൂടാ, അങ്ങനെ കുറെ ഇതൊക്കെ. സൗഭാഗ്യാന്നല്ലോ സൗഭാഗ്യം ചേട്ടാ അടിപൊളി ചേട്ടാ. ടേസ്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് പറയാം. നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ സൗഭാഗ്യം മൈനസ് ഇല്ലെന്നാണ് അർജുൻ പറയുന്നത്. അല്ല, മൈനസ് ഉണ്ടാവുമായിരിക്കും. വേറൊരാളാണ് എന്നെ കെട്ടിയിരുന്നെങ്കിൽ ഒരു 30 മൈനസ് ഇപ്പൊ പറഞ്ഞു തന്നെ. അർജുൻ ചേട്ടാ മൈനസ് ഒന്നും കാണുന്നില്ല. ഓ, അത്ര പെർഫെക്റ്റ് ആണ്. തിരിച്ചാണെങ്കിലോ? തിരിച്ചും എനിക്ക് നമ്മൾ രണ്ടുപേരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കൊള്ളാവുന്നത്. വേറെ ആൾക്ക് നമ്മൾ കൊള്ളൂല. അതാണ് ഈശ്വരൻ ചേർക്കുന്ന ജോഡി എന്ന് പറയുന്നത് അല്ലേ? ഇതാ ഞാൻ ശരിക്കും പറയാ, നമുക്ക് ഒരാളോട് ഇഷ്ടം ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൈനസും നമുക്ക് ഇഷ്ടമാണ്, പ്ലസും നമുക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ആ വ്യക്തിയെ ഭയങ്കര നമുക്ക് ഇഷ്ടമാവുന്നതല്ലേ സത്യം. അവിടെ നമുക്ക് സാക്രിഫൈസ് ഇഷ്ടമാണ്, കോംപ്രമൈസ് ഇഷ്ടമാണ്. സത്യം. അത് ഒരുപാട് നേരം പിണങ്ങിയിരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലേ? അവരുമായിട്ട് എപ്പോഴും ഒരു കമ്പാനിയൻഷിപ്പ്. ഇഷ്ടമാണ് പിണങ്ങിയിരിക്കാൻ, പക്ഷെ അർജുൻ പിണങ്ങിയിരിക്കാൻ പറ്റില്ല. അർജുൻ പെട്ടെന്ന് എങ്ങനെ സൗഭാഗ്യക്ക് സാധിക്കുന്നു? എന്താ പിണങ്ങിയിരിക്കാനോ? എനിക്ക് പറ്റും. എനിക്ക് കുറച്ച് വാശി കൂടുതലായതുകൊണ്ട് പിണങ്ങിയിരിക്കാനൊക്കെ പറ്റും. ഞാൻ അപ്പൊ തന്നെ സോപ്പിടും. അത് പറഞ്ഞു പെട്ടെന്ന് സോറി എനിക്കാണെങ്കിൽ ചിലപ്പോ പറ്റും. എന്നാ പിന്നെ വിട്ടാരെ. വിട്ടുതരികയല്ല. പക്ഷെ പിണങ്ങിയിരുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അർജുന്റെയും സൗഭാഗ്യയുടെ ഒക്കെ ആ ഒരു കെമിസ്ട്രി കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഒന്ന് വെറുതെ രണ്ടാമത്തെ ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ എവിടെയോ ഒരു കുറുമ്പുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു സൗഭാഗ്യ കുറച്ചുകൂടെ മെച്ചം. ഇത് കൊച്ചു അല്ലേ, കുട്ടിത്തം കൂടുതലുള്ളൊരു കുട്ടിക്ക്. Ali's Kitchen. Let's cook with love.